ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എയർലൈൻ കുർത്തിയാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ എങ്ങനെയാണ് ഒരു എയർലൈൻ കുർത്തി സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ചെയ്യണത് ഈ കാണുന്ന അളവുകളിലാണ്. ഇത് ഞാനൊരു ടോപ്പിൽ നിന്ന് അളവെടുത്ത് വെച്ചതാണ്. ഇനിയപ്പോൾ നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെച്ചാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാൽ കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. തുണി എങ്ങനെയാണ് ഫോൾഡ് ചെയ്യാൻ നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് തുണി ഞാനിവിടെ ഫോൾഡ് ചെയ്യണത്. ആദ്യം നമ്മൾ വീതി ഭാഗത്തേക്ക് ഒന്ന് മടക്കി ശേഷം നമ്മൾ നീളത്തിലേക്ക് ഈ ഒരു രീതിയിൽ മടക്കി. ഇനി നമുക്ക് ഇതിൽ മെഷർമെന്റ് എങ്ങനെ മാർക്ക് ചെയ്യാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. അതിനുശേഷം താഴത്തേക്ക് ആം ഹോൾ മാർക്ക് ചെയ്തു. ഈ ആം ഹോൾ തന്നെയാണ് ചെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ചെസ്റ്റിന്റെ അളവ് എത്രയാണോ അതിന്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ആഡ് ചെയ്തു. അടുത്തത് വേസ്റ്റിന്റെ ലെങ്ത് കാണുക. എന്നിട്ട് അവിടെ വേസ്റ്റിന്റെ വിഡ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. അതിന് കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ്. അടുത്തത് ഹിപ്പിന്റെ ലെങ്ത് ഒന്ന് കാണുക. അതും ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ചെസ്റ്റ് മുതൽ വേസ്റ്റ് വരെയാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. അതിനുശേഷം ഇനി നമുക്ക് ഇവിടുത്തെ ഫ്ലെയർ ഈ നമ്മൾ എടുത്ത ക്ലോത്തിന് എത്രയാണോ ഫ്ലെയർ ഉള്ളത് അത്രയും ഫ്ലെയർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഇതിൻ്റെ ഒരു എൻഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹിപ്പിന്റെ വിഡ്ത്ത് കണ്ടില്ലേ, ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇവിടുന്ന് മാർക്ക് ചെയ്ത് വരണം. അതിനാണ് നമ്മളിവിടെ ഒരു ഹിപ്പിന്റെ പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇല്ല വെച്ചാൽ നമുക്കിവിടെ ടൈറ്റ് ആവും. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് മാർക്ക് ചെയ്യണത്. ശരിക്കും വേസ്റ്റ് മുതലാണ് നമ്മൾ എയർലൈൻ കുർത്തിയുടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഹിപ്പിന്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ഹിപ്പ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് അതിനേക്കാൾ കൂടുതൽ വേണം നമ്മൾ ഈ ഒരു വിഡ്ത്ത് മാർക്ക് ചെയ്യാൻ. ഈ ഒരു രീതിയിൽ നമ്മൾ താഴ്ഭാഗം വരെ മാർക്ക് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ചോളം കയറ്റി വരച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു രീതിയിൽ കർവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ എയർലൈൻ കുർത്തിയുടെ മാർക്കിങ് വരുന്നത്. ഇവിടെ ഇനി നെക്ക് നമ്മൾ മാർക്ക് ചെയ്യുക. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ശേഷം നമ്മൾ അതൊന്ന് വരച്ചു കൊടുക്കുക. ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുക. നമുക്ക് തുണിയിൽ ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തുണി ഇവിടെ 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. ക്ലോസ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ അടുത്ത് ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാൻ എങ്ങനെയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. എനിക്കിതൊരു 44-45 ഇഞ്ചോളം വിഡ്ത്ത് വരുന്ന തുണിയാണ്. നിങ്ങൾ എയർലൈൻ ക്ലോത്തിനുള്ള തുണി എടുക്കുമ്പോൾ വീതിയുള്ള തുണി എടുക്കാൻ നമ്മുടെ ഹിപ്പിന്റെ 1/4 ഭാഗം കാണില്ലേ, ഇതിനേക്കാൾ ഒരു 5 ഇഞ്ചോ 6 ഇഞ്ചോ കൂടുതൽ ഉള്ള തുണിയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് നടക്കുമ്പോഴൊക്കെ തട്ടാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ആ വീതിയുള്ള തുണി തന്നെ നോക്കിയെടുക്കുക. ഇനി അതല്ല വീതി കുറവാണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടും എയർലൈൻ കുർത്തി ചെയ്യുക. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മളൊരു 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ അടിക്കാനുള്ള 1/2 ഇഞ്ചാണ് നമ്മളിവിടെ ആദ്യം തന്നെ മാർക്ക് ചെയ്യണത്. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഷോൾഡർ 7 ഇഞ്ചാണ് വരുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തുക. താഴത്തേക്ക് ആം ഹോൾ വരുന്നത് 6.5 ഇഞ്ചാണ്. അതും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ലൈന് ഒന്ന് നീട്ടി വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ചെസ്റ്റ് ലൈന്. ഇവിടെ ചെസ്റ്റ് വരുന്നത് 35 ആണ്. 35ന്റെ 4 ഭാഗം എന്ന് പറയുമ്പോൾ 8.75 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിവിടെ 9.75 മാർക്ക് ചെയ്യണത്. അതിനുശേഷം നമുക്ക് ആം ഹോൾ ഒന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്ക് ആം ഹോൾ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആം ഹോൾ വരച്ചു. അതിനുശേഷം നമ്മുടെ വേസ്റ്റിന്റെ ലെങ്ത് വരുന്നത് 13 ഇഞ്ചാണ്. അതും നമ്മളൊന്ന് വരച്ചു കൊടുക്കുകയാണ്. വേസ്റ്റിന്റെ വിഡ്ത്ത് വരുന്നത് 30 ആണ്. അതിന്റെ 4 ഭാഗം എന്ന് പറയുമ്പോൾ 7.25. അതിന്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് ഇനി നമ്മൾ മാർക്ക് ചെയ്യണത് ഹിപ്പിന്റെ ലെങ്ത് ആണ്. അത് 19 ഇഞ്ചാണ്. ഇവിടുത്തെ
റൗണ്ട് എന്ന് പറയണത് 9.25 തന്നെയാണ്. അത് നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ്. ഇവിടത്തെ മാർക്കിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ 2 പോയിന്റും തമ്മിലൊന്ന് യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ഫുൾ ലെങ്ത് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ ഫുൾ ലെങ്ത് വേണ്ടത് 40 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് 41.5 ഇഞ്ചിലാണ് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യണത്. ഇനി നമ്മൾ ഈ ഒരു എ ലൈൻ ടോപ്പിന്റെ ഷേപ്പാണ് മാർക്ക് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹിപ്പ് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തെന്നുള്ളൂ, നമുക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ ഷേപ്പ് വരയ്ക്കണത് ഈ ഒരു വേസ്റ്റ് പോയിന്റിൽ നിന്ന് ഇതിന്റെ ഈ എൻഡ് ഭാഗത്തേക്കാണ്. ഇതിൽ നമുക്ക് എത്രയാണോ വിട്ട് കിട്ടണത് അത്രയും വിട്ട് നമ്മൾ എടുക്കാൻ പോവാണ്. ചില സമയത്ത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് വിട്ട് കുറഞ്ഞ തുണിയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു രീതിയിലാവും വരയ്ക്കുക. അപ്പൊ നമ്മുടെ ഹിപ്പ് കണ്ടില്ലേ, ഹിപ്പിനേക്കാൾ കുറവാണ് ഇവിടുന്ന് ഷേപ്പ് വരയ്ക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ ഡ്രസ്സ് ടൈറ്റ് ആവും. അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹിപ്പ് പോയിന്റ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇനിയിപ്പോ ഇവിടെ തന്നെ പരമാവധി ഷേപ്പ് കൊടുത്തിട്ട് ഈ ഒരു പോയിന്റിൽ വരച്ചെടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കണുള്ളൂ. അതിനുശേഷം ഇനി നമ്മൾ താഴ്ഭാഗത്തു നിന്ന് ഞാനിപ്പോൾ ഒരു 3 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഊഞ്ഞിട്ട് വരാൻ സാധ്യത ഉണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. സാധാരണ നമ്മൾ ഇതിന്റെ സെന്റർ കണ്ടിട്ട് അവിടെ നിന്നാണ് സ്ലോപ്പ് വരച്ചു കൊടുക്കുക. ഇതിപ്പോ അത്യാവശ്യം വിട്ടുള്ള തുണിയാകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ ചെറുതായിട്ടൊരു ഷേപ്പ് ഇങ്ങനെ ഇവിടേക്ക് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നെക്ക് മാർക്ക് ചെയ്യാം. 2.25 ഇഞ്ചിലാണ് ഞാനിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തുന്നത്. നെക്കിന്റെ ലെങ്ത് വരുന്നത് 3 ഇഞ്ചാണ്. അത് ഞാനിപ്പോൾ ഒരു കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ എനിക്ക് വിട്ടുള്ള തുണി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ലീവ് ഈ ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വീതി കുറവുള്ള തുണിയാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ 1/2 മീറ്ററും കൂടെ തുണി നിങ്ങൾ കൂടുതൽ വാങ്ങിക്കണം. നിങ്ങൾക്ക് ചെറിയ സ്ലീവ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഈ വിട്ട് കുറഞ്ഞ തുണിയിലാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അത്യാവശ്യം ലെങ്ത് ഉള്ള സ്ലീവ് ഒക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിനു മുന്നേ ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കാണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉൾഭാഗത്തേക്ക് വരച്ചിട്ട് ഈ ഒരു രീതിയിലാണ് വരയ്ക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ 2 ലൈനും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. ആദ്യം തന്നെ നമ്മളിവിടെ ഈ ഒരു ക്ലോസ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്യാണ്. അതിനുശേഷം ബാക്ക് ആം ഹോളാണ് ആദ്യം കട്ട് ചെയ്യണത്. ഇവിടെ നിന്നൊരു കർവ് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിന്റെ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് നമ്മുടെ നെക്കിന്റെ വിഡ്ത് വരേണ്ടത് 3 ഇഞ്ചാണ്. നമ്മൾ തുണിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒരുമിച്ചാണ് വരേണ്ടത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഇവിടെ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് 13 ഇഞ്ചാണ്. ഞാനപ്പോൾ അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 14.5 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്യണത്. ഇതൊന്നും ഞാനിവിടെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് കുറച്ച് തുണിയുടെ കുറവുണ്ട്, കുഴപ്പമില്ല. അതിന് നമ്മുടെ ഇവിടുത്തെ വിഡ്ത് എത്രയെന്ന് അറിയാൻ നമ്മളിവിടെ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വരച്ചിട്ടില്ല കേട്ടോ. കുഴിച്ച് വരച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വെട്ടിയെടുത്തിട്ടില്ല. അത് നമുക്ക് വെട്ടണം. അതിന് മുന്നേ ഇവിടെ എത്രയാണ് ഈ ഒരു ആം ഹോള് കിട്ടണമെന്നൊന്ന് അളന്ന് നോക്കുക. ഇവിടെ ഒരു 9.5 ഇഞ്ചാണ് കിട്ടണത്. ഈ ഒരു 9.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഒന്ന് ലെസ് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ 8.5 കിട്ടും. ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്കൊരു 3.5 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചോ അല്ലെങ്കിൽ 3.5 ഇഞ്ചോ. ഇതൊരു കോമൺ മെഷർമെന്റ് ആണ്. ഇതിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ഇവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഇതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ലീവിന്റെ ഇത് ക്ലോസ് ആയിട്ടുള്ള ഭാഗമാണ്, അവിടെ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ 1 ഇഞ്ചും ഇപ്പൊ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റില്ലേ, ഈ ഒരു പോയിന്റും തമ്മിലൊന്ന് ചേർത്ത് വരയ്ക്കുക. ഈ 2 പോയിന്റും തമ്മിലൊന്ന് ചേർത്ത് വരച്ചതിന് ശേഷം ഇതിന്റെ പകുതി കാണാം. അപ്പോൾ ഇവിടെ ഒരു 8 ഇഞ്ചാണ് വരുന്നത്. അതിന്റെ ഒരു പകുതി എന്ന് പറയുമ്പോൾ ഒരു 4.25 ഇഞ്ചാണ് വരിക. ഇനി നമ്മൾ ചെയ്യണത് ഇവിടെ നിന്ന്
ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു പോയിന്റിൽ കൊടുത്തിട്ട് ജോയിൻ ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളത് താഴത്തേക്ക് എത്ര കുഴിക്കണം എന്നറിയാം. ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളതിന്റെ പകുതി കാണാം. എന്നിട്ട് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിത് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ബോട്ടം വരുന്നത് 5 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് ഈ 2 പോയിന്റും തമ്മിലൊന്ന് ചേർത്ത് വരയ്ക്കുക. നമ്മൾ തയ്യൽ തുമ്പ് ഉള്ളിലേക്കാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇത് തുണിയുടെ ചീത്തഭാഗമാണ് ഒരുമിച്ച് കിടക്കുന്നത്. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് നമ്മളത് 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ കുഴിച്ച് വരച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ രീതിയിൽ ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക്. ഇതിനേക്കാൾ ഒരു 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 1.5 ഇഞ്ചൊക്കെ കൂടുതൽ എടുക്കാട്ടോ. നിങ്ങളുടെ ഒരു 1 ഇഞ്ചാണ് കൂടുതൽ എടുക്കണം. ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ ക്യാൻവാസ് അല്ലെങ്കിൽ സ്റ്റിഫ് എന്നൊക്കെ പറയും. ഇതിലാണ് ഞാനിപ്പോ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് ക്യാൻവാസിനൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതിനൊന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. നെക്കിന്റെ വിഡ്ത്ത് എത്രയാണോ അത് നമ്മളിവിടെ കറക്റ്റായി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നെക്കിന്റെ ലെങ്ത് വരുന്നത് 6 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് 6.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യണത്. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് 3 ഇഞ്ച് ഇല്ലേന്നൊന്ന് നോക്കണം. 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാൻ കാരണം 1/2 ഇഞ്ച് നമ്മൾ മുകൾ ഭാഗത്ത് തയ്ച്ചു പോണ കാരണമാണ് ഇപ്പൊ ഞാൻ ഈ ഒരു 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണത്. അതിനുശേഷം ഇനി നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം. ഞാനിപ്പോ ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഒരു യൂനെക്ക് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഒരു 1.5 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ നെക്കിനൊരു ഡിസൈൻ കൊടുക്കണ കാരണം ഫ്രണ്ടിലേക്കാണ് ഞാൻ ഈ ക്യാൻവാസ് അടിച്ച് മറിക്കാൻ പോണത്. അതുകൊണ്ടാണ് ഇപ്പൊ 1.5 ഇഞ്ച് എടുത്തിരിക്കുന്നത്. നിങ്ങൾ സാധാ ചെയ്യണ പോലെ ബാക്കിലേക്കാണ് ക്യാൻവാസ് വെച്ച് അടിക്കണെന്ന് വെച്ചാൽ 1 ഇഞ്ച് കൂടുതൽ എടുത്താൽ മതി. ഇനി ഞാനിപ്പോ ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു രീതിയിലാണ് വരച്ചു കൊടുക്കുക. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കണായിട്ട് മുന്നേ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് പിടിച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പിൻ കുത്തി കൊടുക്കുകയാണ്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഈ ഒരു പോയിന്റ് നമ്മൾ അതിനുശേഷം ഈ ഒരു പോയിന്റിൽ കൂടെ കട്ട് ചെയ്യും. ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ ഇത് കിട്ടുക. ഇനി ഇതിന് 2 ഭാഗമുണ്ട്. ഇവിടെ ഒരു ഗ്ലേസിംഗ് ഉള്ള ഭാഗമാണ്. ഈ ഭാഗം നമ്മൾ ക്ലോത്തിൽ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് എടുക്കുക. ബാലൻസ് വരുന്ന പീസിന്റെ ഈ ഒരു രീതിയിൽ ഈ ഒരു ഗ്ലേസിംഗ് ഉള്ള ഭാഗം വെച്ചിട്ട് നമ്മൾ ഇതിൽ ഒട്ടിക്കുകയാണ്. ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ വെക്കുന്നത് നമ്മുടെ നെക്ക് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ബോക്സ് നന്നായി ചൂടാക്കിയതിന് ശേഷം നമ്മളത് രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. എല്ലാ ഭാഗവും നന്നായി ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ ചുറ്റും 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മളിത് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇടത്തേക്കാൾ ഒരു 1/2 ഇഞ്ചാണ് നമുക്ക് കൂടുതൽ വേണ്ടുള്ളൂ. മുകൾ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ സെന്റർ ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ക്യാൻവാസ് ആണ് വെച്ചു കൊടുക്കുന്നത്. ഇതിപ്പോ ഈ തുണിയുടെ നല്ല ഭാഗമാണ്. ഇതാണ് ഈ ക്ലോത്തിന്റെ പൊട്ട ഭാഗം. ഞാനിപ്പോ ഈ തുണിയുടെ ചീത്ത ഭാഗം എടുത്തിട്ട് ഈ ക്യാൻവാസ് നമ്മൾ ഈ ഒരു ചീത്ത ഭാഗത്താണ് വെച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇത് തയ്ച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിലേക്ക് മടക്കിയിട്ടാണ് ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്യണത്. നിങ്ങൾക്ക് ഞാനിപ്പോ നെക്കിനൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. നിങ്ങൾ അതല്ല സാധാരണയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തുണിയുടെ നല്ല ഭാഗത്ത് ഈ ഒരു നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് തയ്ച്ചതിന് ശേഷം നമ്മൾ ഇത് ബാക്കിലേക്ക് ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് നെക്ക് കിട്ടും. അപ്പൊ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം.
ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് നെക്ക് എങ്ങനെയാ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ക്യാൻവാസിന്റെ ഈ ഒരു ഭാഗം ഈ ഒരു രീതിയിലൊന്ന് മടക്കി വെച്ചിട്ട് ഫുള്ളായിട്ട് അടിക്കുകയാണ്. അത് നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് പാർട്ടിലേക്ക് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിന്റെ ഈത്ത ഭാഗത്ത് ഈ ക്യാൻവാസ് വെച്ചതിന്റെ നല്ല ഭാഗം വെച്ചിട്ട് നമ്മൾ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇതൊന്ന് കറക്റ്റായി വെച്ചിട്ട് പിന്നുകൾ കുത്തി കൊടുക്കുക. നമുക്ക് നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോവാതെ കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ഇത് നീങ്ങി പോവാണ്ടിരിക്കാൻ ആദ്യം തന്നെ നമ്മൾ ഈ നേരെ ഇവിടെ വരെ ഒരു സ്റ്റിച്ച് ഇട്ട് നിർത്തിയതിന് ശേഷം അടിച്ചു മാറി. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ പിന്നുകൾ കുത്തി വെച്ചിട്ട് അടിക്കുകയാണ്. അടിക്കുമ്പോൾ ഇവിടെ ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ക്യാൻവാസിന്റെ മുകളിൽ കൂടെ അല്ല അടിക്കേണ്ടത്, ഇതിനോട് ചേർന്നിട്ട് ഇത് ഈ ഒരു കറക്റ്റ് ഈ ഒരു ഇതിൽ കൂടെ സൂചി ഇതിന്റെ മുകളിലേക്ക് കയറണ്ട, ഇതിന്റെ തൊട്ടടുത്ത് കൂടെ ആയിട്ട് അടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. 1/2 ഇഞ്ചാണ് ഇവിടെ വിടേണ്ട ആവശ്യമുള്ളൂ. അത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇവിടെ നമ്മൾ തയ്ച്ച സ്റ്റിച്ചിൽ കൊള്ളാതെ ഒന്ന് കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് പിന്നെ ഊരി മാറ്റിയിട്ട് ഇതിപ്പോ നമ്മുടെ തുണിയുടെ ചീത്ത ഭാഗത്താണ് കിടക്കുന്നത്. നമ്മൾ ഇവിടെ ഫുള്ള് കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ നേരെ തുണിയുടെ നല്ല ഭാഗത്തേക്ക് മറിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിപ്പോ ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ കുർത്തിയുടെ നെക്ക് ചെയ്യുന്നത്. അതിനു മുന്നേ നമ്മളിപ്പോ നേരത്തെ ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ മടക്കിയൊരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ അഴിച്ചു കളയാം കേട്ടോ. ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഇനി നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, അതുപോലെ ഇതിന് ഇവിടെയും ചേർത്തിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലേസ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് വയ്ക്കണില്ല, സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഭാഗം പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകാം. ഈ നെക്ക് ഇപ്പൊ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാൻ നോക്കാം. നമ്മൾ ആ നെക്ക് മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്. കുർത്തിയുടെ നല്ല ഭാഗമാണ് ഈ ഒരു പീസ്. നല്ല ഭാഗത്ത് വെച്ച് അടിച്ചിട്ട് അപ്പുറത്തേക്ക് മറിച്ചിടുകയാണ്. ഇനിയിപ്പോ ഇതൊരു 1/4 ഇഞ്ചിലാണ് ഇത് അടിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പിന്നൊക്കെ കുത്തി വെച്ച് ചെയ്തിട്ട് ചെയ്യാം. ഇനിയിപ്പോ ഇത് ഒരു 1/4 ഇഞ്ചിൽ ഇത് അടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇനിയിപ്പോ നമ്മൾ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ്. 1/4 ഇഞ്ചിലൊന്ന് മടക്കിയിട്ട് ഇതിന് ഒരു ഭാഗത്ത് വെച്ചിട്ട് ചെയ്ത് പോരുകയാണ് ഫുള്ളായിട്ട്. ബാക്ക് നെക്ക് നമ്മൾ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. 1/2 ഇഞ്ചിലൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. രണ്ട് ഭാഗം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് സ്ലീവ് വെച്ച് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് വരുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മൾ ഫ്രണ്ട് പാർട്ട് കുഴിച്ചു വെട്ടിയത്. ഈ ഫ്രണ്ട് പാർട്ട് കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ വരണം. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കറക്റ്റ് ആയിട്ട് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷോൾഡറിന്റെ സെന്റർ പോയിന്റില്ലേ, അവിടേക്ക് ചേർത്ത് വെച്ചിട്ട് ഇവിടെ നമ്മൾ 1/2 ഇഞ്ചിന് തയ്യൽത്തുമ്പ് 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോലെ. അപ്പൊ നമ്മളിവിടെ 2 സ്ലീവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിന്റെ താഴ്ഭാഗം ഒന്ന് അടിച്ചെടുക്കാം. 1/2 ഇഞ്ചിലാണ് ഞാൻ ഇവിടെ മടക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇനി നമ്മൾ ബോഡി പാർട്ട് ജോയിൻ ചെയ്യാണ്. ഇവിടെ 1 ഇഞ്ചായിരുന്നു നമ്മൾ അലവൻസ് ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നത്. ആ 1 ഇഞ്ചിൽ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് അടിച്ചു പോരുകയാണ്. ഇവിടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ ആയിട്ട് ഈ ഒരു 2 കട്ടിങ് കൊടുത്ത ഭാഗമൊക്കെ ഒരുമിച്ച് തന്നെ വരേണ്ടതെന്ന് നോക്കുമ്പോൾ നേരെ താഴ്ഭാഗം വരെ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് മടക്കി അടിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള എലൈൻ ചുരിദാറിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു
ഡിസൈൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.